BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകുന്ന കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്യുന്നതിനും പുനഃസംഘടിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ഉന്നതതല വിദഗ്ധ സമിതിക്ക് രൂപം നൽകി. മുൻ IAS ഉദ്യോഗസ്ഥ സുധാ പിള്ളയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. കിഫ്ബിയുടെ ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കുക, ഭരണപരമായ നിലവാരം മെച്ചപ്പെടുത്തുക, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പുതിയ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ധനകാര്യ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. കിഫ്ബിയുടെ സാമ്പത്തിക ഭരണ പ്രവർത്തന ചട്ടക്കൂടുകൾ വിശദമായി പരിശോധിക്കാനും പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ആവശ്യമായ നടപടികൾ നിർദ്ദേശിക്കാനും സമിതിക്ക് ചുമതലയുണ്ട്. 3 മാസത്തിനകം സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം. സുധാ പിള്ള അധ്യക്ഷതയായ സമിതിയിൽ രാജ്യത്തെ പ്രമുഖ സാമ്പത്തിക ഭരണവിദഗ്ധരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക് മുൻ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ശ്യാം ശ്രീനിവാസൻ, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യൻ മുൻ ചെയർമാനും KKC ആൻഡ് അസോസിയേറ്റ് പാർട്ണറുമായ നീലേഷ് വികാംസെ, കംട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയിലെ ഓഡിറ്റ് ബോർഡ് മുൻ ഡയറക്ടറും റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനുമായ H. സുബലക്ഷ്മി നാരായണൻ, മുൻ കേന്ദ്ര റവന്യൂ സെക്രട്ടറി തരുൺ ബജാജ് എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. വിദഗ്ധ സമിതിയെ സഹായിക്കുന്നതിനായി പ്രത്യേക ആഭ്യന്തര ഏകോപന സെക്രട്ടേറിയറ്റ് സംവിധാനവും സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇതിൻ്റെ കൺവീനർ. ഗതാഗത വകുപ്പ് സെക്രട്ടറി അനുപമ TV, ധനകാര്യ വകുപ്പിലെ OSD സച്ചിൻ കുമാർ യാദവ്, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി തിലകൻ KP എന്നിവരും ഈ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കും. സമിതിക്ക് ആവശ്യമായ ഗവേഷണങ്ങൾ, സാമ്പത്തിക വിശകലനങ്ങൾ, സാങ്കേതിക വിവരങ്ങൾ, മറ്റ് സെക്രട്ടേറിയറ്റ് ജോലികൾ എന്നിവയ്ക്കായി ധനകാര്യ വകുപ്പിൽ നിന്ന് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൽ നിന്നും ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും നിയോഗിക്കാൻ ധനകാര്യ വകുപ്പിന് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ മറ്റ് വിഷയ വിദഗ്ധരുടെയും സഹായം തേടാനും സമിതിക്ക് അധികാരമുണ്ട്. സമിതിക്ക് പ്രവർത്തിക്കാനുള്ള ഓഫീസ് സൗകര്യം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഭരണപരമായ പിന്തുണ എന്നിവ ധനകാര്യ വകുപ്പ് ഒരുക്കും. സമിതി അധ്യക്ഷകർക്കും അംഗങ്ങൾക്കുമുള്ള സിറ്റിംഗ് ഫീസ്, പ്രതിഫലം, മറ്റ് ചെലവുകൾ എന്നിവ നിലവിലെ സർക്കാർ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഏജൻസിയാണ് കിഫ്ബി. എന്നാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDF കിഫ്ബിയുടെ പ്രവർത്തനത്തിലെ സുതാര്യതയില്ലായ്മ ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിലവിലെ സർക്കാർ കിഫ്ബിയുടെ സമഗ്രമായ അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ കിഫ്ബിയുടെ സാമ്പത്തിക കാര്യങ്ങളിലും പദ്ധതി നടത്തിപ്പിലും കൂടുതൽ നിയന്ത്രണങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.